والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ട ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അവൻ്റെ പള്ളിയിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നസീബാക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാള് പരിഭ്രാന്തനായി ആ സദസ്സിലേക്ക് ഓടി വന്നു വായ പൂർണ്ണമായി തുറക്കാത്ത രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരുന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. പറയുന്ന കാര്യം തുറന്നു പറയുന്നില്ല, വായ പകുതി അടച്ചു പിടിച്ചിരിക്കുകയാണ്. കേട്ടു തുടങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇത് കേൾക്കാൻ അത്ര നല്ലൊരു കാര്യമല്ല. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, എന്താണ് അയാളുടെ പ്രശ്നം? നീ ഒന്ന് കേൾക്ക്, നീ ഒന്ന് പഠിക്കും. ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യനെ അടുത്ത് വിളിച്ച്, എന്താ നിന്റെ പ്രശ്നം, അത് തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉമറിനോട് പറഞ്ഞു, ഉമറേ, അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു അതിഥി വന്നു. അദ്ദേഹം ഒരു ദിവസം കൊണ്ട് എൻ്റെ മകളെ വളച്ചെടുത്തു. അങ്ങനെ അവർ തമ്മിൽ അരുതാത്തത് സംഭവിച്ചു. ഇതാണ് പ്രശ്നം. കേട്ട മാത്രം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്കത് മറച്ചു വെക്കാമായിരുന്നില്ലേ? എന്തിനാണ് അതിവിടെ പറയാൻ വേണ്ടി വന്നത്? ഏതായിരുന്നാലും രണ്ടുപേരും തെറ്റ് സമ്മതിച്ച സ്ഥിതിക്ക് ശിക്ഷ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല. വ്യഭിചാരത്തിന്റെ ശിക്ഷ അവിവാഹിതരാണെങ്കിൽ 100 അടി കൊടുക്കലാണ്. രണ്ടുപേരെയും അടിച്ചു. അതിനുശേഷം അവരെ തമ്മിൽ പരസ്പരം വിവാഹം കഴിപ്പിച്ചു. 1 വർഷത്തേക്ക് അവരെ നാട്ടിൽ നിന്നും നാട് കടത്തുകയും ചെയ്തു. അതും അതിന്റെ ശിക്ഷയുടെ ഭാഗമാണ്. ആധുനിക മനോവികലന ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പറയാറുണ്ട്, 5 പ്രാവശ്യം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അടുത്തിടപഴകാൻ അവസരം കിട്ടിയാൽ 6ാമത്തെ പ്രാവശ്യം അരുതാത്തത് സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരുമിച്ചിരിക്കേണ്ടി വന്നാൽ 3ാമതായി അവിടെ പിശാചുണ്ടായിരിക്കും. ഇവിടെ ഫ്രോയിഡ് പറഞ്ഞത് വിശ്വസിക്കണോ റസൂല് പറഞ്ഞത് വിശ്വസിക്കണോ എന്ന് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല, റസൂല് പറഞ്ഞത് തന്നെയാണ് സത്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഫ്രോയിഡിന്റെ ജീവിതം, അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ 30ഓളം സിഗരറ്റുകൾ ഡെയിലി വലിച്ചിരുന്ന, കൊക്കൈൻ എന്ന് പറയുന്ന ലഹരി വസ്തു സ്വന്തമായി ഉപയോഗിക്കുകയും തന്റെ മുന്നിലെത്തുന്ന മനോരോഗികൾക്ക് മരുന്നായി നിർദ്ദേശിക്കുകയും ചെയ്ത
പല കമിതാക്കളുമായി ജീവിതത്തിൽ പരസ്ത്രീ ബന്ധം പുലർത്തിയ അവസാനം ക്യാൻസർ രോഗം വന്ന് മുഖം പോലും ചീഞ്ഞളിഞ്ഞും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ, തൻ്റെ വളർത്തുനായ പോലും തന്നെ വിട്ട് അകന്നുപോയപ്പോൾ 1939 ഡോക്ടർമാരോട് തനിക്ക് വിഷം നൽകാൻ വേണ്ടി, മോർഫിൻ നൽകാൻ വേണ്ടി നിർദ്ദേശിച്ച് അങ്ങനെ ദയാവധം സ്വീകരിച്ചയാളാണ് ഫ്രോയിഡ്. പ്രവാചക തിരുമേനിയുടെ ജീവിതം വളരെ വിശിഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി പറഞ്ഞതാണ് സത്യം. ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും കൂടി ഒരുമിച്ചിരിക്കേണ്ടി വന്നാൽ പിശാചിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും. ഞാനിത് ഇത്രയും ആമുഖമായി നിങ്ങൾ കേൾപ്പിച്ചത് അതിപ്രധാനമായൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൂന്നാൻ വേണ്ടിയാണ്. ഇന്ന് മക്കളുള്ള ഏകദേശം എല്ലാ മാതാപിതാക്കളുടെയും ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മക്കളുടെ പ്രണയമാണ്. വിവാഹപൂർവ്വ പ്രണയത്തിൽ ഏർപ്പെടുന്ന മക്കളെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തനിക്കൊരു മകൻ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മകള് വളർന്നു വരുമ്പോൾ, ആ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവന് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ മാതാപിതാക്കളുടെ സ്വപ്നം നല്ലൊരു ഇണയെ കണ്ടെത്തി ഇവനെ വിവാഹം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അവരുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെടാത്ത രീതിയിൽ 10-18 വയസ്സാകുമ്പോൾ പെൺകുട്ടി എനിക്ക് ഇന്നവനെ മതി എന്ന് പറഞ്ഞ് എവിടെയോ വെച്ച് പരിചയപ്പെട്ട, ക്യാമ്പസിലോ ബസ് സ്റ്റോപ്പിലോ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരുത്തന്റെ കൂടെ എനിക്ക് ഇവനെ മതി, എനിക്കിനി വാപ്പിച്ച് വേറെ വിവാഹം ആലോചിക്കേണ്ടതില്ല എന്നും പറഞ്ഞ് അവന്റെ കൂടെ കൈപിടിച്ചിറങ്ങിപ്പോയി മാതാപിതാക്കളെ തീരാ ദുഃഖത്തിലും നാണക്കേടിലുമാക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇനിയുള്ള കാലത്ത് ഇത് പെരുകിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്ക് സംശയം ഉണ്ടാവില്ല. ഇവിടെയാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും വേണം എന്നതിലേക്ക് ശ്രദ്ധയുന്നാനാണ് ഞാൻ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. പ്രണയം പലപ്പോഴും പ്രണയക്കൊലകളിൽ പോലും എത്തിപ്പെടാറുണ്ട്. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തൻ്റെ കൂടെ വരില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവളെ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ വരെ തയ്യാറാകുന്ന കവിതാക്കളുടെ, കാമുകന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ദിവസമാണ് നമ്മൾ കേട്ടത് അൻസിൽ എന്ന് പറയുന്ന കോതമംഗലത്തുള്ള വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവ് കൂടിയ ഒരു ചെറുപ്പക്കാരനെ, അദീന എന്ന് പറയുന്ന ഒരു പെണ്ണ് കളനാശിനി കൊടുത്ത് നിഷ്ഠൂരമായി കൊല ചെയ്തു. അത് പ്രണയത്തിന്റെയും അവിഹിത ബന്ധത്തിന്റെയും ഒരവസാനമായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെരുകുമ്പോൾ ഈ പ്രണയത്തിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ പ്രായം പരിശോധിച്ചാൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഇന്ന് പ്രണയത്തിൽ ഏർപ്പെടുന്നത് 8, 9, 10, +1, +2 ഈ കുട്ടികളാണ്. ഇവര് തമ്മിൽ വിവാഹം പോലും നടക്കൂല. കാരണം ഒരു 8ാം ക്ലാസ്സുകാരൻ 8ാം ക്ലാസ്സുകാരെ പ്രേമിച്ചാൽ അവർ തമ്മിൽ ഒരേ പ്രായമാണ്, വിവാഹം നടക്കൂല. എന്തിന് മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും. അടുത്ത ദിവസം മദ്രസയിൽ കൗൺസിലിങ്ങിന് പോയ ഒരു കൗൺസിലർ പറഞ്ഞത്, ആ മദ്രസയിലെ എല്ലാ കുട്ടികളെയും കൂട്ടി, പെൺകുട്ടികളെ പ്രത്യേകം കൂട്ടി, അവരുടെ കയ്യിൽ ഒരു വെള്ള പേപ്പർ കൊടുത്തു. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങൾ ആരുടെയും അഡ്രസ്സും പേരൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ ഇല്ലയോ എന്ന് ഒറ്റ വാക്കിൽ വെള്ള പേപ്പറിൽ എഴുതി തന്നാൽ മതി, എന്നിട്ട് പേപ്പറിലൂടെ വച്ചാൽ മതി. ആ മദ്രസയിൽ 80% പെൺകുട്ടികളും എഴുതി കൊടുത്തത് ഞങ്ങൾക്ക് പ്രണയബന്ധം ഉണ്ട് എന്നാണ്. ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ, ഹദീസ് പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ പോലും ഇക്കാലത്ത് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ദുർഗതിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇങ്ങനെ നമ്മുടെ മക്കൾ, ഭർത്തൃമതികളായ പെൺകൾ പോലും
2 3 മക്കളെ ഇട്ടെറിഞ്ഞിട്ട് ഏതൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. നമുക്ക് മൊബൈൽ ഫോണിനെ കുറ്റപ്പെടുത്തി സംതൃപ്തി അടയാം. പക്ഷെ അതൊന്നും അതിന്റെ സൊല്യൂഷൻ അല്ല. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ഇത് മുസ്ലിം സമുദായത്തിന് സംവരണം കിട്ടിയൊരു മേഖല കൂടിയാണ്. ഇപ്പൊ പാമ്പ്ലാനി അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ക്രിസ്ത്യൻ പെൺകുട്ടികളെല്ലാം 18 വയസ്സ് കഴിഞ്ഞാൽ പ്രേമിക്കാൻ തുടങ്ങണം. പ്രേമൊന്നൊരു തെറ്റല്ല. നമുക്ക് അങ്ങനെ ഒരു ഗതികേടില്ല. ജനസംഖ്യ അധികരിപ്പിക്കാൻ വേണ്ടി മക്കളെയോട് പ്രേമിക്കാൻ പറയേണ്ട ഒരു ഗതികേട് മുസ്ലിം സമുദായത്തിന് വന്നിട്ടില്ല. മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ കൗൺസിലിങ്ങിന് പോകുന്നത് അവരുടെ കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് കൗൺസിലിങ്ങിന് പോകുന്നതെങ്കിൽ, നമ്മുടെ സമുദായം കൗൺസിലിങ്ങിന് പോകുന്നത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് പ്രണയമുണ്ട്, അതൊന്ന് വേർപ്പെടുത്തി തരണം. മകൾക്ക് ചില അവിഹിതമായ ബന്ധങ്ങളുണ്ട്, അതൊന്ന് മാറ്റിത്തരണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സമുദായം ഈ കൗൺസിലിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, കാമത്തിന് കണ്ണില്ല. അവിടെ പ്രായം വിഷയമല്ല, രണ്ടുപേരുടെ കുടുംബം വിഷയമല്ല, സമ്പത്ത് വിഷയമല്ല, ഭാഷയോ ദേശമോ ഒന്നും വിഷയമല്ല. ഇങ്ങനെ അപക്വമായി തീരുമാനങ്ങൾ എടുക്കുന്ന ടീനേജുകാർ, അവർ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ നാടിനെ തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ ബുദ്ധിപരമായി വളർന്നിട്ടുണ്ട്, ചിന്താശേഷിയിൽ വളരെ മുന്നിലാണ്. പക്ഷേ വിവേകത്തോടെ അവരുടെ വികാരത്തെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ ഇന്നത്തെ തലമുറ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് കാനനച്ചോലയിൽ ആടുമേക്കാൻ നീയും ഞാനും വരട്ടെ നിന്റെ കൂടെ എന്ന് ചോദിച്ചാൽ പോരണ്ട പോരണ്ടെന്നാ പറഞ്ഞിരുന്നത്. ഇന്ന് വരിൻ വരിൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക, ഞാനും വരുമെന്ന് പറയാൻ പോരാൻ വേണ്ടി തയ്യാറാക്കുക. അപ്പൊ മക്കളുടെ ഈ പോക്ക്, ഈ രീതിയിൽ എടുക്കുന്ന അപക്വമായ തീരുമാനങ്ങൾ, പ്രണയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നവന് ലോകത്ത് വേറൊന്നും ഉണ്ടാവില്ല. പ്രപഞ്ചം മുഴുവനും ഒരുവനിലേക്ക് അല്ലെങ്കിൽ ഒരുത്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന, അതല്ലാതെ ലോകമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് പ്രണയം എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രണയം വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പ്രേമം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മവദ്ദ എന്ന് പറയുന്ന സൂറത്ത് റൂമിലെ ആ വാക്കിന് പ്രേമം, പ്രണയം എന്നാണ് അർത്ഥം പറയുന്നത്. പക്ഷെ അത് വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം തന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ വിശദമായി പ്രണയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ദമ്മുൽ ഹവ എന്ന് പറയുന്ന ഇബ്നു ജൗസിയുടെ ഗ്രന്ഥവും പ്രണയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവരൊക്കെ പ്രണയത്തെ കാണുന്നത് പ്രണയം ഒരു മനോരോഗം എന്ന നിലയ്ക്ക്. പ്രണയം ശിർക്കാണെന്ന് പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം ആത്യന്തികമായ ഒരു മനുഷ്യന്റെ മനസ്സ് പ്രണയിക്കേണ്ടത് പടച്ചതമ്പുരാനെയാണ്. ആ സ്ഥാനത്ത് എല്ലാത്തിലും വലുത് എനിക്ക് എന്റെ കവിതാവാണെന്ന അർത്ഥത്തിലേക്ക് പ്രേമം ചുരുങ്ങുക എന്നുള്ളത് ശിർക്കാണെന്ന് പോലും പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ രീതിയിൽ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്, നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ, ഒരുത്തിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന മക്കൾ. ഒരു കാര്യം ഉറപ്പാണ്, പ്രണയ വിവാഹങ്ങൾ അധികവും ലോകത്ത് പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, പ്രണയത്തിന്റെ പരിസമാപ്തിയായിരിക്കും എപ്പോഴും അവരുടെ വിവാഹം എന്ന് പറയുന്നത്. പ്രണയം അവസാനിക്കുന്നിടത്താണ് വിവാഹം തുടങ്ങുക. പിന്നെ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമായിരിക്കില്ല, ഒരു ദൈനംദിന ജീവിതത്തിലെ ദിനചര്യ എന്ന നിലയ്ക്കായിരിക്കും അവർ തമ്മിലുള്ള പ്രേമം ഉണ്ടായിത്തീരുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ദാമ്പത്യങ്ങൾ പരാജയപ്പെടും. സർവോപരി തന്റെ മാതാവിനെ വെറുപ്പിച്ചുകൊണ്ട് 18-20 വയസ്സുവരെ പോറ്റി വളർത്തിയ ഉമ്മയെ, വാപ്പയെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ, അവർക്ക് മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ മക്കളോട് അള്ളയ്ക്കും ഇഷ്ടം ഉണ്ടാവില്ല. അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ ആ ദാമ്പത്യം ഒരിക്കലും വിജയിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന മക്കൾ മനസ്സിലാക്കേണ്ടത്,
നിങ്ങളുടെ ഉമ്മയെ നിങ്ങളുടെ വാപ്പയെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ വെച്ചോ പരിചയപ്പെട്ട ഒരാളുടെ കൂടെ, ഒരു പെണ്ണിന്റെ കൂടെ ഒരു ആണിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാവി തന്നെയാണെന്ന് മനസ്സിലാക്കണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മക്കൾ ഇത്തരത്തിലുള്ള പ്രണയബന്ധത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് 3 ഘട്ടങ്ങളുണ്ട്. പ്രണയത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഏത് ഘട്ടത്തിലാണ് നിങ്ങളുടെ മക്കൾ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അത് അപകടം ചെയ്യും. പ്രണയത്തിന്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീ പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഒരു ആകർഷണീയതയുണ്ട്, എതിർലിംഗത്തോടുള്ള ഒരു ആകർഷണീയത. അതാണ് തുടക്കം. അത് വലിയ അപകടമുള്ളൊരു സ്റ്റേജ് ആയിരിക്കില്ല. അവിടെ തന്നെ തന്റെ എതിർലിംഗം ശ്രദ്ധിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കും, അതിനുവേണ്ടി സംസാരിക്കും. 2ാം സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ ചില ഹോർമോണിന്റേതായ പ്രത്യേകതകൾ കൂടിയാണ്. 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് എന്റെ ഇണയെ, എന്റെ കവിതാവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കും, ഒന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അത് 2ാമത്തെ സ്റ്റേജാണ്. 3ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് മൊബൈൽ ഫോണിലൂടെ നിരന്തരമായി ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ചാറ്റിങ്ങും വാട്സപ്പ് സന്ദേശങ്ങളും അയക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് അപകടം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹോർമോണിന്റെ പ്രവർത്തന ശക്തിയാകും. പിന്നെ സ്പർശനം ആഗ്രഹിക്കും, ചുംബിക്കാൻ ആഗ്രഹിക്കും, ശാരീരിക ബന്ധം ആഗ്രഹിക്കും. ആ ഒരു ഘട്ടത്തിലാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾ അറിയുക. ഏതെങ്കിലും ലോഡ്ജിൽ നിന്ന് 2 പേരെ പിടിച്ചോണ്ട് വരും. അർദ്ധരാത്രി പള്ളി കമ്മിറ്റിയുടെ ഓഫീസ് തുറന്ന് സാക്ഷ്യപത്രം ഉണ്ടാക്കി അർദ്ധരാത്രി ആളുകൾ അറിയാതെ വിവാഹം നടത്തേണ്ടി വരുന്നത് 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്. അതുകൊണ്ട് തങ്ങളുടെ മക്കൾ ഇത്തരത്തിലൊരു പ്രണയബന്ധത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേജാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അവരെ തന്ത്രപരമായി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം, കഴിയുമെങ്കിൽ. ഇല്ലെങ്കിൽ അവരെ പരസ്പരം വിവാഹിതരാക്കാൻ വേണ്ടി ശ്രമിക്കണം. അവിടെ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചില്ല. സത്യത്തിൽ ഒരു കുട്ടി ഒളിച്ചോടി പോകുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കുട്ടിക്ക് മാത്രമല്ല. ഞാൻ ഒരിക്കലും മക്കളെ മാത്രം കുറ്റപ്പെടുത്തൂല്ല. 18 വയസ്സിലൊരു മകൾ ഒളിച്ചോടി പോകുന്നെങ്കിൽ അത് 18 വയസ്സിൽ ഉണ്ടായിത്തീർന്ന ഒരു തോന്നലല്ല. മുമ്പെങ്ങോ ആ കുട്ടിക്കുണ്ടായ ഒരു തോന്നലിന്റെ ഒരു തുടർച്ചയാണ് 18ാമത്തെ വയസ്സിൽ ആ കുട്ടിയിൽ നിന്നും ബഹിർഗമിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു പെൺകുട്ടി ഒളിച്ചോടൂല. അപ്പൊ ഈ കുട്ടിയെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കുണ്ടായ കൃത്യമായ പാളിച്ചയാണ് ഈ കുട്ടി ഒളിച്ചോടാൻ കാരണമായിത്തീരുന്നത്. ഈ കുട്ടി പ്രണയബന്ധത്തിൽ അകപ്പെട്ടത്. അതുകൊണ്ടാണ് മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ, നമ്മുടെ പാളിച്ചകളാണ് മക്കൾ ഒളിച്ചോടാനും പ്രണയബന്ധത്തിൽ അകപ്പെടാനും കാരണമായിത്തീരുന്നത്. ഒരു കുട്ടി ഒളിച്ചോടുമ്പോൾ അതിന് സൈക്കോളജിക്കൽ കാരണമുണ്ടാകാം, ഫിസിയോളജിക്കൽ കാരണമുണ്ടാകാം, സോഷ്യോളജിക്കൽ കാരണമുണ്ടാകാം. 3 കാരണങ്ങൾ ഉണ്ടാകും ഒരു കുട്ടിയുടെ ഒളിച്ചോട്ടത്തിന്റെ പിന്നിലും പ്രേമത്തിന്റെ പിന്നിലും. മിക്കവാറും സൈക്കോളജിക്കൽ കാരണങ്ങളായിരിക്കും. മറ്റു 2 കാരണങ്ങളും പൊതുവെ കുറവായിരിക്കും. കുട്ടികളെ സ്നേഹിച്ച് വളർത്താൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളിടത്താണ് അധികം കുട്ടികളും ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്നത്. മക്കളെ സ്നേഹിക്കേണ്ട പ്രായത്തിൽ സ്നേഹിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. സ്നേഹം കിട്ടാത്ത മക്കൾ ഒരുതരം അരക്ഷിതാവസ്ഥയിൽ അകപ്പെടും. അവർക്ക് മാതാപിതാക്കളോട് ഒരുതരം വൈരാഗ്യം ഉണ്ടാവും, ഒരുതരം ഈർഷ്യത ഉണ്ടാവും. ഈ ഈർഷ്യത മക്കൾ പ്രകടിപ്പിക്കുന്നത് വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി നിന്നുകൊടുക്കാതെ സ്വന്തമായി വിവാഹ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിലൂടെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് മക്കളെ വളർത്തുന്ന വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹ് 1000 വർഷം മുമ്പ് എഴുതി വെച്ച കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇന്നത്തെ മനഃശാസ്ത്രത്തെ വെല്ലുന്ന ഈ രക്ഷകർത്ത് പാഠങ്ങളാണ് ഗസാലി ഇമാം ഇഹ്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. എങ്ങനെ ഒരു കുട്ടിയെ വളർത്തണം. ഒരിക്കലും നമ്മുടെ മക്കൾക്ക് പോസിറ്റീവ് അല്ലാത്ത സ്ട്രോക്ക് കൊടുക്കരുത്. മക്കളോട് ശിശുഭാവത്തിലില്ലാതെ ഇടപെടരുത്. മക്കളോട് ഇടപെടാൻ 3 ഭാവമുണ്ട്: പിതൃഭാവം, പക്വഭാവം, ശിശുഭാവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളോട്, തന്റെ മക്കളോട് ഒരിക്കലും ഒരു പിതൃഭാവത്തിൽ അല്ലെങ്കിൽ ശിശുഭാവത്തിൽ ഇടപെട്ടിട്ടില്ല. റസൂലിന്റെ പ്രവർത്തനം അങ്ങനെയാണ് മക്കളെ സ്നേഹിച്ചത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ പേരക്കുട്ടി ഹുസൈൻ കുട്ടികളോടൊപ്പം കളിക്കുന്ന കാണുകയാണ്.
റസൂലെ കളിക്കളത്തിലും ഓടി ചെല്ലുന്നുണ്ട്. ഓടിച്ചെന്ന് ഹുസൈനെ പിടിച്ചു. ഹുസൈൻ ചെറിയ കുട്ടിയാണ്. എന്നിട്ട് ഇങ്ങനെ താടിക്കിടയിലും തലയിലും ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് പറയുന്നുണ്ട്, ഹാദാ വലദി, ഇത് എന്റെ മോനാണിത്, ഇതെന്റെ മോനാണ്. മൻ അഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്. ഈ ഹുസൈനെ ആരെങ്കിലും സ്നേഹിച്ചാൽ അല്ലാഹ് അവനെ സ്നേഹിക്കും. തങ്ങളുടെ മക്കളെ സ്നേഹിക്കുക, തങ്ങളുടെ മക്കളെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുക. മക്കൾ ഒരിക്കലും മാനസികമായി തകർത്തുന്ന ഒരു വാക്ക് പറയരുത്. ഇന്ന് നമ്മുടെ മക്കൾ കേൾക്കുന്നത് അധികവും അവരെ മാനസികമായി തകർക്കുന്ന വാക്കുകളാണ്. ഇവിടെയാണ് നമുക്ക് പറയാൻ സംഭവിച്ചത്. അതുപോലെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മക്കളെ നമ്മൾ അംഗീകരിക്കണം. ആദ്യം മകൾ സ്കൂളിലേക്ക് ഉടുപ്പിട്ട് ഡ്രസ് ചെയ്ത് പോകുമ്പോ, നല്ല ഡ്രസ് ഇട്ട് പോകുമ്പോ മകളോട് ഉമ്മയും ബാപ്പയും പറയണം, മോളെ നീ മൊഞ്ചത്തിയാണ് കേട്ടോ, സുന്ദരിയാണ് കേട്ടോ, എന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് കൊള്ളാട്ടോ, മോളൊരു പൂവാണ് കേട്ടോ, പൂമ്പാറ്റകളെ ശ്രദ്ധിക്കണോട്ടോ. ഇത് ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ, ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞാൽ ആ കുട്ടി പറയും, ഇതെന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, നീ ഒന്നും പറയണ്ട. ആ കുട്ടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്താൽ മറ്റൊരാളുടെ ചുംബനം വാങ്ങാൻ ആ കുട്ടി പോവില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഉമ്മയും ബാപ്പയും ഇതിന് തയ്യാറല്ല. അപ്പോൾ വീട്ടിൽ കിട്ടാത്തൊരു സ്നേഹം എവിടെ നിന്നോ കിട്ടുമ്പോൾ ആ സ്നേഹം വാങ്ങാൻ വേണ്ടി മകൾ പോവുകയാണ്. അങ്ങനെ അവന്റെ കൂടെ 2-3 ദിവസം പരിചയപ്പെടുമ്പോൾ ഒളിച്ചോടണമെന്ന ടെൻഡൻസി മകൾക്ക് ഉണ്ടായിത്തീരുകയാണ്. അതുകൊണ്ട് രക്ഷകർത്തൃത്വം എന്തെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ച് കഴിയണം. ഏതൊരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയത്തിലാണോ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവരുടെ മക്കൾ ഒരിക്കലും പ്രണയത്തിന് പോകൂല. മക്കൾ പ്രണയിക്കാൻ വേണ്ടി പോകുന്നത് ഉമ്മയുടെയും ബാപ്പയുടെയും പ്രണയം കാണാത്തതുകൊണ്ടാണ്. അവിടെ നമ്മൾ പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും ജീവിച്ചാൽ നമ്മുടെ മക്കൾ ആരെയും പ്രണയിക്കാൻ പോകൂല. അതുകൊണ്ട് മക്കൾ വഴിതെറ്റരുതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും കഴിയുക. ആ സ്നേഹവും പ്രണയവും അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് കണ്ട് അള്ളാഹു സന്തോഷിക്കും. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ പ്രണയിക്കില്ല കണ്ടാൽ പടച്ചമ്പുരാൻ എത്ര സന്തോഷമായിരിക്കും. അത് കണ്ടാൽ ആ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനി. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ തരണമേ. കണ്ണിന് കുളിർമ ഉണ്ടാകണം മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്. ഇതിനൊരു 5-6 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ കൺകുളിർമ എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് മക്കളുടെ നല്ല ഭാവി കാണുക. മക്കൾ നല്ല അവസ്ഥയിലായി, അൽഹംദുലില്ലാഹ്, ആ മക്കളെ കൊണ്ട് സന്തോഷമുണ്ടാവും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും. തീർന്നില്ല, മരിക്കുന്ന സമയത്ത് കണ്ണിന്റെ കുളിർമയുണ്ട്. ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് അവനവന്റെ സ്വർഗവും നരകവും അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും. മാത്രമല്ല, നിന്റെ മക്കളുടെ സ്വർഗം, നിന്റെ ഭാര്യയുടെ സ്വർഗം കൂടി നിന്നെ കാണിപ്പിച്ചിട്ടേ പടച്ചോ മരിപ്പിക്കൂ. നമ്മൾ മരിക്കുമ്പോൾ കാണും, നമ്മുടെ സ്വർഗവും കാണും, നമ്മുടെ മക്കളുടെ സ്വർഗവും കാണും, ഭാര്യയുടെ സ്വർഗവും കാണും. അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൺകുളിർമയുടെ പടച്ചോൻ, ഞാൻ മരിക്കുവാണെങ്കിലും എന്റെ മക്കൾ വരുന്നത് ഈ സ്വർഗത്തിലേക്കാണല്ലോ, എന്റെ ഇണ വരുന്നത് ഈ സ്വർഗത്തിലേക്കാണല്ലോ. പക്ഷെ അത് മക്കളോട് പറയാൻ കഴിയില്ല, കാരണം മരിക്കുകയാണെങ്കിൽ. ഇതാണ് രണ്ടാമത്തെ കൺകുളിർമ, ഖുർറത്തു ഐൻ. മരിക്കുന്ന സമയത്ത് തീർന്നില്ല, കബറടക്കി അന്ത്യനാളിൽ മഹ്ശറിലേക്ക് മനുഷ്യൻ എഴുന്നേറ്റ് വരികയാണ്. ഒരാൾ എഴുന്നേറ്റ് വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചത്, അവർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. തലയിലെ മണ്ണ് കുടഞ്ഞു കളഞ്ഞിട്ട് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഐന വലദി, എന്റെ മക്കൾ എവിടെയാണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അടുത്ത കബറിൽ നിന്നും മക്കൾ എഴുന്നേറ്റ് വരും. അല്ലെങ്കിൽ എവിടെയാണോ മക്കളെ കബറടക്കപ്പെട്ടത് ആ കബറിൽ നിന്നും മക്കൾ എഴുന്നേറ്റ് വരും. ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഒരുമിച്ചാണ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക. ഇതാണ് മൂന്നാമത്തെ കൺകുളിർമ. ഖുർറത്തുൽ ഐൻ അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. തീർന്നില്ല, മഹ്ശറിലെത്തി ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ആ ഹൗദുൽ കൗസർ കുടിക്കുമ്പോൾ ഉള്ള സന്തോഷം, കുടുംബമായിട്ട് കുടിക്കുകയാണ്. തീർന്നില്ല, മഹ്ശറിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിസരത്ത് ഒരുമിച്ചിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയും മക്കളും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. അതൊരു അടുത്ത കൺകുളിർമ. തീർന്നില്ല, സ്വർഗത്തിലെത്തി. വാപ്പ ഉയർന്ന സ്വർഗത്തിലാണ്. വാപ്പക്ക് അമല് കൂടുതലുണ്ടായിരുന്നു, ഉയർന്ന സ്വർഗത്തിലെത്തി. മക്കൾ കുറെ താഴ്ന്ന സ്വർഗത്തിലാണ്. അപ്പൊ വാപ്പ ചോദിക്കും മലക്കുകളെ വിളിച്ചിട്ട്,
അയിന വലതി, എന്റെ മക്കളെവിടെ? എന്റെ മക്കളെ കാണുന്നില്ല, എനിക്ക് എന്റെ മക്കളെ കാണണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ആമനു വത്തബഅതും ദുർരിയത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം. മലക്കളോട് പറയാണ്, ഖുർആനിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈമാനുള്ള മാതാപിതാക്കളുടെ കൂടെ ഈമാനുള്ള മക്കളെ അള്ളാഹു ചേർത്ത് കൊടുക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുർആനിലുണ്ട്. സ്വർഗത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടുമെന്നും അള്ളാഹ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്റെ ആഗ്രഹം എനിക്ക് എന്റെ മക്കളെ കാണണം. മലക്കള് പറയും, മക്കൾ താഴെ സ്വർഗത്തിലാണ്, ഈ സ്വർഗത്തിലെത്താനുള്ള അമലുകൾ അവർക്കില്ല. അപ്പോൾ ഈ മനുഷ്യൻ നിർബന്ധം പിടിക്കും, എനിക്ക് എന്റെ മക്കളെ കിട്ടണം, ഈ സ്വർഗത്തിൽ എന്റെ മക്കൾ വേണം. അള്ളാഹു പറയും, ആ മനുഷ്യന്റെ മക്കളെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഉന്നതമായ സ്വർഗത്തിൽ നമ്മുടെ മക്കളോടൊപ്പം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഖുറത്തുൽ ഐൻ, കണ്ണിന്റെ കുളിർമ, അള്ളാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. പക്ഷേ ഒളിച്ചോടിയ മക്കളുടെ മാതാപിതാക്കൾക്ക് ഇത് ചോദിക്കാൻ അവകാശം ഉണ്ടാവില്ല. മക്കളെ നേരാവണ്ണം വളർത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യ മക്കളെ നന്നായി ദീനിയായി വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ നിസ്കാരം കൊണ്ടും ഈ ഹജ്ജ് കൊണ്ടും നോമ്പ് കൊണ്ടൊന്നും പടച്ചോന്റെ വലിയ പുണ്യം ഉണ്ടാവില്ല. സൂറത്തു തഹ്രീം, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. സൂറത്തു തഹ്രീമിന്റെ ഒരു ആയത്താണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും ഭാര്യ മക്കളെയും നരകത്തെ തൊട്ട് രക്ഷിക്കണം. ഈ ആയത്തിറങ്ങിയപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ ഒരു സഹാബി വിറയ്ക്കാൻ തുടങ്ങി. റസൂൽ ഓർത്തു നിർത്തി. ആ സഹാബിയുടെ അടുക്കലേക്ക് ചെന്നു, അദ്ദേഹം വിറയ്ക്കുകയാണ്. റസൂലിന് മനസ്സിലായ മനുഷ്യൻ മരിക്കാൻ പോകുകയാണെന്ന്. അദ്ദേഹം ചോദിച്ചു, റസൂലെ, ഇപ്പോൾ ഇറങ്ങിയ ആയത്ത് എനിക്ക് എന്നെ പോലും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാനെങ്ങനെ എന്റെ ഭാര്യ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കും? അള്ളാഹു പറയുന്നു, ഭാര്യനെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. എനിക്ക് പേടിയാകുന്നു റസൂലെ. മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. അവൻ ഷാപ്പു മരിച്ചു. ഒരായത്ത് കേട്ട് മരിച്ചു അയാളാണ്. എന്താണ് ആയത്തിന്റെ സാരം? ഭാര്യനെ മക്കളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. അത് കേട്ട മനുഷ്യൻ മരിച്ചു. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറുൽ യൗം. അടുത്ത ആയത്തിൽ, സത്യനിഷേധികളെ, ദുനിയാവിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ മക്കളെ നേരാവണ്ണം വളർത്താതെ, ദീനിയായി വളർത്താതെ, മഹ്ശറിൽ വന്നിട്ട് ഒരു കാരണവും നിങ്ങൾ എന്നോട് പറയരുത്. ഒന്നും പറയണ്ട, ഇവിടെ ഒന്നും പറയേണ്ട. മഹ്ശറയിൽ അതൊക്കെ ദുനിയാവിൽ മക്കളെ നന്നായി വളർത്തണമായിരുന്നു. ഇന്ന് നിങ്ങളുടെ മക്കൾ നരകത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിലാണ്. അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അടുത്ത ആയത്ത്. അതുകൊണ്ട് വിശ്വാസികളെ, അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, മക്കളെ വളർത്തുന്നിടത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പടച്ചോനിലേക്ക് പശ്ചാത്തപിക്കുക, മക്കളെ നന്നായി വളർത്താൻ വേണ്ടി ശ്രമിക്കുക, മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോകും. അങ്ങനെ അകപ്പെട്ടു പോയാൽ കഴിയുമെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കുക. പരിശുദ്ധ ഇസ്ലാം പിതാവില്ലാതെയുള്ള വിവാഹം, ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ, രക്ഷകർത്താവില്ലാതെ നിക്കാഹ് പാടില്ല. ഒരു പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുക്കാൻ രക്ഷകർത്താവ് വേണം. ഒരു പെൺകുട്ടി സ്വയംവരം വരിക്കാൻ പാടില്ല ഇസ്ലാമിൽ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അയ്യും ഇംറഅത്തിൻ നക്കഹത്ത്, ഒരു പെൺകുട്ടി വിവാഹിതയായി പിതാവിനെ കൂടാതെ രക്ഷിതാവിന്റെ അനുമതിയില്ലാതെ വിവാഹം കഴിച്ചാൽ അവളെ നിക്കാഹ് ശരിയായിട്ടില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറയുന്നു. അതുകൊണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവിവേകത്തിന്റെ ഒരു പ്രായമാണ് ഈ ടീനേജ് പ്രായം എന്ന് പറയുന്നത്. അവിടെ തന്റെ മകൾക്ക് അനുയോജ്യനായ ഇണയെ കണ്ടെത്താനുള്ള പക്വതയും പാകുതയും ഒരു വാപ്പയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് വാപ്പ വേണം, രക്ഷിതാവ് വേണം നിക്കാഹ് ചെയ്തു കൊടുക്കാനെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം രക്ഷിതാവ് ഈ വിഷയത്തിൽ ഏകാധിപതിയാണ് എന്നല്ല. വാപ്പ തീരുമാനിക്കുന്ന ഏതൊരു പുതിയാപ്പിളേനും സ്വീകരിക്കൽ തന്റെ മകൾക്ക് നിർബന്ധമില്ല. അങ്ങനെ ഒരു ദീനിലില്ല. അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന അറവ് മാടുകളല്ല പെൺമക്കൾ, അവരുടെ ഇഷ്ടം പരിഗണിക്കപ്പെടണം. വാപ്പയ്ക്ക് ഒരിക്കലും മക്കളെ നിർബന്ധിച്ച് നീ ഇന്നയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയാൻ അവകാശം ദീനിലില്ല. അവളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. തീരുമാനാധികാരം പെൺകുട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ടല്ലേ റസൂലിന്റെ ഇടയ്ക്കിൽ എത്രയോ കേസുകൾ വന്നു. ഹൻസ എന്ന് പറയുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞു, റസൂലെ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് എന്റെ വാപ്പ കല്യാണം കഴിപ്പിച്ചു. റസൂൽ പറഞ്ഞു, നിനക്ക് വേർപ്പെടുത്താം, ബന്ധം വേർപ്പെടുത്തി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ വിവാഹം പാടില്ല. മറ്റൊരു സ്ത്രീ വന്ന് ഇതുപോലെ പറഞ്ഞു, റസൂൽ പറഞ്ഞു, നിനക്ക് വേർപ്പെടുത്താം.
വേറൊരു സ്ത്രീ എന്ന് പറഞ്ഞു, റസൂലേ, എന്റെ വാപ്പ അദ്ദേഹത്തിന്റെ സഹോദര പുത്രനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു. ലക്ഷ്യം എന്നെ നന്നാക്കലായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാനായിരുന്നു. എനിക്കത് ഇഷ്ടമായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ആ ബന്ധം വേർപ്പെടുത്താം. നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ ഒരു വാപ്പയ്ക്കും അധികാരമില്ല. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, റസൂലേ, ഞാൻ സഹിച്ച് ജീവിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ അങ്ങയോട് ചോദിക്കാൻ കാരണം, ലോകത്തൊരു പിതാവിനും തന്റെ പെൺമക്കളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ അധികാരമില്ല എന്ന് പെൺമക്കളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ഇന്ന ആളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിക്കാൻ ഒരു രക്ഷിതാവിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി കൂടിയാലോചിച്ചുകൊണ്ട് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി തനിക്ക് അനുയോജ്യമായ ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ നിലക്ക് തന്നെയാണ് ഇസ്ലാം അതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രണയങ്ങൾ അപകടത്തിലേക്ക് ചെന്നുപെടുന്ന കാലഘട്ടത്തിൽ മക്കളെ നന്നായി ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളും നല്ലവരായിട്ടാണ് ജനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും നല്ലവരാണ്. രാജകുമാരന്മാരാകേണ്ട മക്കളെ പൊട്ടക്കിണക്കിലെ തവളകളാക്കി മാറ്റുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് മക്കളെ വളർത്താൻ അറിയില്ല, മക്കളെ സ്നേഹിക്കാൻ അറിയില്ല, മക്കളെ പരിപാലിക്കാൻ അറിയില്ല. പിതൃത്വം എന്ന് പറയുന്നത് രക്ഷകർത്തം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. കേവലം ഒരു കുട്ടിയുടെ വാപ്പയായതുകൊണ്ട് ഒരിക്കലും പിതാവാകുന്നില്ല. പിതാവാകണമെങ്കിൽ മക്കളുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കണം. അവരെ സ്നേഹിക്കണം. കൊടുക്കേണ്ടത് കൊടുക്കണം, കൊടുക്കേണ്ടത് കൊടുക്കാൻ പാടില്ല. മൊബൈൽ ഫോണിനെ നമുക്ക് വഴി പറയാം, പക്ഷേ മൊബൈൽ ഫോൺ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായി മാറിക്കഴിഞ്ഞു. മക്കളെ അതിന്റെ അപകടങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുക. മൊബൈൽ ഫോണിന്റെ അപകടങ്ങളെ കുറിച്ച് മക്കളെ ബോധവാന്മാരാക്കി പിന്തിരിപ്പിക്കാൻ മാത്രമേ കഴിയൂ. ആ നിലയ്ക്ക് നമ്മുടെ മക്കളെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരികയും നമ്മൾ പരസ്പരം പ്രണയത്തിലായി സ്നേഹത്തിലായി ജീവിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി വരും, കൺകുളിർമയായി വരും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രയോജനപ്പെടും. അള്ളാഹു നമ്മളെ മക്കളെ ആ നിലയിലാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് പ്രദാനിക്കുമാറാകട്ടെ.